നബാർഡ് സമൂഹത്തിൽ ഏറ്റവും പിന്നോക്കം നിൽക്കുന്നവർക്ക് സുസ്ഥിരമായ വരുമാന മാർഗം ഉറപ്പാക്കുക നബാർഡിന്റെ ഒരു മുഖ്യ പ്രവർത്തനമാണ്. ഇതിൽപ്പെട്ട ഒരു വിഭാഗമാണ് ലോക്കോമോട്ടീവ് ഡിസബിലിറ്റി ഉള്ള യുവതി യുവാക്കൾ. നബാർഡ് കൈറ്റ് സോഫ്റ്റ്വെയർ ചേർന്ന് ഇങ്ങനെയുള്ള ദിവ്യാംഗ് യുവതി യുവാക്കൾക്ക് ഏറ്റവും അനുയോജ്യമായ രീതിയിൽ സ്കിൽ ട്രെയിനിംഗ് നൽകി. കസ്റ്റമർ റിലേഷൻസ് മാനേജ്മെന്റ് ത്രൂ വോയിസ് എന്ന കോഴ്സിൽ ഓൺലൈനായി തന്നെ ട്രെയിനിംഗ് നൽകി. ഈ 3 മാസത്തെ കോഴ്സ് ഇതിൽ പങ്കെടുത്ത 25 ദിവ്യാംഗ് യുവതി യുവാക്കളും ഇത് പൂർത്തിയാക്കി. ഇതിൽ 17 പേർക്കും ബ്രാൻഡ് ബിസ് എന്ന കമ്പനിയിൽ കസ്റ്റമർ റിലേഷൻസ് മാനേജ്മെന്റിൽ തന്നെ അവർക്ക് ജോലി ലഭിച്ചു. ഈ ദിവ്യാഞ്ജൽ പദ്ധതി ഒരു മാതൃകാപരമായ ഒരു വിജയമായിരുന്നു. ഇതിൽ പങ്കെടുത്ത ഓരോ യുവതി യുവാക്കൾക്കും പ്രത്യേക അഭിനന്ദനം. അതേപോലെ കൈറ്റ് സോഫ്റ്റ്വെയർ MDയും ഈ കോഴ്സിന്റെ ട്രെയിനറുമായ ശ്രീജിത്തിനും പ്രത്യേക നന്ദിയും അഭിനന്ദനവും അറിയിക്കുന്നു. കൈറ്റ്സിനെ സംബന്ധിച്ചിടത്തോളം ദിവ്യാഞ്ജൽ ഒരു ഡ്രീം പ്രൊജക്റ്റ് ആണ്. ഡിഫറന്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികൾക്ക്, എസ്പെഷ്യലി ലോക്കോമോട്ടീവ് ഡിസബിലിറ്റി ഉള്ള കുട്ടികൾക്ക് അധികം യാത്ര ചെയ്യാതെ ഒരു കോഴ്സ് പഠിക്കാൻ പറ്റുക, അതിനുശേഷം വീട്ടിൽ തന്നെ ഇരുന്ന് ഒരു ജോബിൽ ഏർപ്പെടാൻ വേണ്ടി പറ്റുക. അതായിരുന്നു ഏറ്റവും വലിയ ചാലഞ്ചും ഈ പ്രൊജക്ടിന്റെ. ഇതേ തുടർന്ന് നബാർഡിന്റെ ഒഫീഷ്യൽ സൈറ്റ് ഞങ്ങൾ ഡിസ്കസ് ചെയ്യാനിടയായി. ഓൺലൈൻ ട്രെയിനിംഗ് എന്നുള്ളൊരു സംവിധാനം ആ ഡിസ്കഷനിൽ ഉൾത്തിരിഞ്ഞു വന്നു. കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ്, ടെലികോളിംഗ് അല്ലെങ്കിൽ വോയിസ് ബേസ്ഡ് ആയിട്ടുള്ള ഓൺലൈൻ ട്രെയിനിംഗ് പ്രോഗ്രാം സെപ്റ്റംബർ 25 സ്റ്റാർട്ട് ചെയ്തു. ഡിസംബർ 9 വരെ പ്രോഗ്രാം ഉള്ളതിൽ ഒരു കുട്ടി പോലും ഡ്രോപ്പ് ഔട്ട് ആയിട്ടില്ല എന്ന് മാത്രമല്ല 99% അറ്റൻഡൻസ് ആണ് കുട്ടികൾക്ക് ഉണ്ടായിരുന്നത്. കോഴ്സ് കഴിഞ്ഞതിന് ശേഷം 70% കുട്ടികൾക്ക് പ്ലേസ്മെന്റ് കൊടുക്കാനും സാധ്യമായി. എ ബിഗ് താങ്ക്സ് ടു നബാർഡ്. ദിസ് പ്രൊജക്ട് വാസ് ട്രൂലി എ സക്സസ്. താങ്ക് യു. ഏതൊരു ഭിന്നശേഷിക്കാരെ സംബന്ധിച്ചും അവർ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിയാണ് തൊഴിൽ. ആശ്വാസം എന്ന നിലയ്ക്കാണ് കൈറ്റ്സ് നബാർഡ് ദിവ്യാഞ്ജൽ സംഘടിപ്പിക്കുന്ന ഒരു തൊഴിൽ സന്ദേശം ഞങ്ങളിലേക്ക് എത്തിയത്. ആദ്യമൊക്കെ ഒരു തൊഴിൽ എന്ന പ്രധാന ലക്ഷ്യം അതിജീവിക്കുക എന്ന ഒറ്റ ലക്ഷ്യത്തോടു കൂടിയാണ് ഞങ്ങൾ ഓരോരുത്തരും കൈറ്റ്സ് നബാർഡിനെ സമീപിച്ചിട്ടുള്ളത്. 2 മാസത്തെ ട്രെയിനിങ് കാലാവധി പൂർത്തിയാക്കിയതിന് ഉപരി ഒരു തൊഴിൽ എന്നതിനുപരി നല്ല വ്യക്തിത്വം, സമൂഹത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ, ആശയവിനിമയ അവകാശബോധം തുടങ്ങിയ ഓരോ വിഷയങ്ങളും ഞങ്ങൾ അതിജീവിച്ച് മുന്നോട്ട് വന്നു. ഇതിലേക്ക് ഞങ്ങളെ കൈപ്പിടിച്ചുയർത്തിയ കൈറ്റ്സ് നബാർഡ് ദിവ്യാഞ്ജൽ സംഘടിപ്പിക്കുന്ന എല്ലാ ഗുരുനാഥന്മാർക്കും ഞങ്ങളുടെ ഒരുപാട് നന്ദി അറിയിക്കുന്നു. ഞാൻ സൗദാബി നാലകത്ത്. എൻ്റെ വീട് മലപ്പുറം ജില്ലയിലെ വള്ളുവമ്പ്രത്താണ്. ഞാൻ 8ാം ക്ലാസ് പഠിക്കുമ്പോഴായിരുന്നു എനിക്ക് അസുഖം വന്നത്. ആർത്രൈറ്റിസ് ആയിരുന്നു. പിന്നീട് കുറച്ച് കാലം ഞാൻ വേറെ ലോകത്തായിരുന്നു. എൻ്റെ പഠനമൊക്കെ മുടങ്ങി. പിന്നെ കുറച്ച് കാലങ്ങൾക്ക് ശേഷം ഞാൻ 10ാം ക്ലാസ് എഴുതി, +2 എഴുതി. ഞാൻ PSCക്ക് വേണ്ടി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ മനസ്സ് മടുത്തിരിക്കുമ്പോഴാണ് ഞാൻ നബാർഡിൻ്റെ ഒരു കോഴ്സിനെ കുറിച്ച് അറിയാനിടയായത്. ഞങ്ങളെപ്പോലെയുള്ള ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ളവർക്ക് വേണ്ടി നബാർഡ് ഒരു ടെലികോളിംഗ് പ്രോഗ്രാം നടത്തുന്നത് അറിയാൻ ഇടയായത്. അങ്ങനെ ഞാൻ പ്രതീക്ഷയോട് കൂടി തന്നെ എനിക്ക് ഇതിലൂടെ ഒരു ജോലി ലഭിക്കും എന്നുള്ള പ്രതീക്ഷയോട് കൂടി തന്നെ ഞാൻ അതിൽ ജോയിൻ ചെയ്തു. അതേസമയം എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം ഒരുപാട് ആളായിട്ട് ഇടപഴകിയിട്ടോ അങ്ങനെ പുറത്ത് പോയിട്ട് അങ്ങനെ എനിക്ക് അങ്ങനത്തെ എക്സ്പീരിയൻസ് ഒന്നും എനിക്കില്ല. അങ്ങനെ ആളുകളെ ഫേസ് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു, ഇതിനെക്കൊണ്ട് സാധിക്കുമോ, എനിക്ക് കഴിയുമോ എന്നൊക്കെ ഉള്ളത്. പക്ഷേ ഞാൻ പ്രതീക്ഷിച്ചതിലപ്പുറമായിരുന്നു ഞങ്ങൾക്ക് കിട്ടിയ ക്ലാസ്. ഞങ്ങൾ ശ്രീജിത്ത് സാറിൻ്റെ ക്ലാസ് പിന്നെ ഫ്രണ്ട്ലി ആയിട്ടായിരുന്നു സാറിൻ്റെ ക്ലാസ്. നല്ല ഇൻട്രാക്റ്റീവ് ആയിരുന്നു. സാറിൻ്റെ ക്ലാസ്സിലൂടെ ഒരുപാട് മാറ്റങ്ങളുണ്ടായി. ഒരുപാട് സെൽഫ് കോൺഫിഡൻസ് ഉണ്ടായി. ആളുകളെ ഫേസ് ചെയ്യാനുള്ള പേടി, മടിയൊക്കെ എനിക്കിതിലൂടെ മാറി കിട്ടി. ഞങ്ങൾക്ക് ഇങ്ങനൊരു അവസരം തന്നെ നബാർഡിന് എൻ്റെ ഹൃദയത്തിൽ നിന്ന് ഞാൻ നന്ദി അറിയിച്ചു കൊള്ളുന്നു. ഞാൻ ശോഭന. കൈറ്റ്സ് നബാർഡ് സംയുക്തമായി സംഘടിപ്പിച്ച
ദിവ്യാഞ്ചൽ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാനായതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഇതിന് അവസരമൊരുക്കി തന്ന കൈറ്റ്സിനോടും നബാർഡിനോടും ഒരുപാട് നന്ദിയും കടപ്പാടും അറിയിക്കുന്നു.